രാമ 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 ഹരേ രാമ ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഹരേ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ ഹരേ രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ രാമ രാമ കൃഷ്ണ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ രാമ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ ഹരേ. ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ ഹരേ. ഹരേ 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 രാമ രാമ ഹരേ രാമ 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 ഹരേ രാമ രാമ ഹരേ 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 ഹരേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാമ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ രാമ കൃഷ്ണ രാമ കൃഷ്ണ ഹരേ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ ഓം രാമ രാമ നമോ ഹരേ കൃഷ്ണ ഭഗവതേ ഹരേ വാസുദേവായ. ശ്രീ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മഹായോഗി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമഃ. ഹരേ രാമ ഓം രാമ നമോ രാമ ഹരേ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ. ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ. രാമ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ. രാമ ഹരേ കൃഷ്ണ. വലിയ തെറ്റുകളില്ലാതെ ഇന്ന് ജപിച്ചു എന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. തുടങ്ങാം കേട്ടോ. ഒന്നും കേൾക്കുന്നില്ല അല്ലേ, മുറിഞ്ഞു പോകുന്നു. കേൾക്കാമോ? ഹരേ കേൾക്കുന്നുണ്ട് മാതാജി. അറിയില്ല കേട്ടോ, നീ അവിടുത്തെ നെറ്റിന്റെ ഇഷ്യൂ ആണോ അറിയില്ല. കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ. നമ ആചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാ ദാമദയാനുഗ്രഹധാരിണേ.
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। श्री श्री राधा गोविंद की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय। ഹരേ കൃഷ്ണ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് 9 അധ്യായം കഴിഞ്ഞു. ഭഗവത്ഗീതയുടെ ഹാഫ് പോർഷൻ നമ്മള് പിന്നിട്ടപ്പോൾ തന്നെ നമ്മള് പ്രഭു ശ്രീകൃഷ്ണന്റെ കട്ട ഫാൻസ് ആയി മാറിയല്ലേ. ഇനി പകുതിയും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇസ്കോൺ മംഗളൂരു ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിളിൽ നിന്നുള്ള ഭഗവത്ഗീത പഠനം 10ാം ദിവസത്തിലേക്ക് വന്നു. അധ്യായം 10 വിഭൂതി വിസ്തര യോഗം, ഐശ്വര്യയോഗം എന്നൊക്കെ പറയും. അപ്പൊ ഭഗവാന് 6 ഐശ്വര്യങ്ങളുണ്ട് നമ്മൾ പഠിച്ചു അല്ലെ. സമ്പൂർണതയില് വീരത, യശസ്, ജ്ഞാനം, സൗന്ദര്യം, സമ്പത്ത്, വൈരാഗ്യം എന്നുള്ളതൊക്കെയാണ്. പിന്നെ കഴിഞ്ഞ അധ്യായം ഒരു ഉജ്ജ്വലമായിട്ടുള്ള അധ്യായമായിരുന്നു അല്ലെ. അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള അധ്യായമാണ് ഈ 10ാം അധ്യായം. ഇത് നമുക്ക് പറയുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ പ്രത്യേക ഒരു ആനന്ദം ഉണ്ടാവും നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാതെ തന്നെ. ഇപ്പൊ ഭഗവാനെ കുറിച്ച് അത്യന്തം രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു 9-ല്. യോഗശക്തി, വിഭൂതികള് എല്ലാം. ആരാണ് മൂഢൻ, ആരാണ് മഹാത്മാവ്, ഇതൊക്കെ പറഞ്ഞു. ജ്ഞാനികള് ഏതു ഇതാണ് ഭഗവാനെ ആരാധിക്കുന്നത് എന്ന് കണ്ടു. മറ്റു ദേവതകളെ യജിക്കുന്നവരുടെ ഗതി എന്താണെന്ന് കണ്ടു. ശരിയായ രീതിയിൽ ഭഗവാനെ ആരാധിക്കുന്നത് എങ്ങനെ എന്ന് നോക്കി. പിന്നെ 4 കാര്യങ്ങള് സിമ്പിൾ ടിപ്സ് പറഞ്ഞു തന്നു. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവമാത്മാനം മത്പരായണ. ഉജ്ജ്വലമായിട്ടുള്ള ഒരു ശ്ലോകാണത്. എല്ലാവരും അത് ഹൃദിസ്ഥമാക്കണം. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞത് അതില്? മന്മന, എന്നെ മനസ്സിൽ എപ്പോഴും ധ്യാനിക്കണം. മദ്ഭക്ത, എന്റെ ഭക്തനാവൂ. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി, എന്നെ പൂജിക്കുക. രാജിമം നമസ്കുരു, ഭഗവാനെ നമസ്കരിക്കുക. അപ്പൊ എങ്ങനെയാണ് നമസ്കരിക്കുക? ക്ഷേത്രത്തിൽ ചെന്നാൽ മാത്രമല്ല നമ്മൾ നമസ്കരിക്കേണ്ടത്, നമുക്ക് വീട്ടിലും ഭഗവാനെ നമസ്കരിക്കാം. സ്ത്രീകൾ പഞ്ചാംഗ നമസ്കാരം, പുരുഷന്മാര് ദണ്ഡവത് പ്രണാമം ചെയ്യാം. അങ്ങനെ നമസ്കരിക്കുക. രണ്ടിനും പറ്റാത്തവര് കൈകൾ ഉയർത്തിയിട്ട്, മേലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ശരണാഗതി ചെയ്യാം. അതും നമസ്കാരത്തിന് തുല്യം തന്നെ. അപ്പോ ഭക്തിയില് ഉറച്ചു നിൽക്കണ ഇതെങ്ങനെ എന്നാണ് ഇവിടെ ഈ അധ്യായത്തില് നമുക്ക് പറഞ്ഞു തരുന്നത്. എല്ലാ സമയവും ഭഗവാനെ എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? സാധാരണ നമ്മളെ പോലുള്ളവർക്ക്, ലൗകികർക്ക് ഭൗതിക വസ്തുക്കളെ കുറിച്ചായിരിക്കും ചിന്ത വരിക. നമ്മുടെ മക്കള് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അപ്പൊ ഭഗവാന്റെ ആ അതീന്ദ്രിയതയെ കുറിച്ച് ചിന്തിക്കാനുള്ള ആ പരിശീലനം നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ അധ്യായത്തില് ഭൗതിക വസ്തുക്കളിലൊക്കെ ആ ഭഗവാന്റെ ശക്തി, അത് പ്രാതിനിധ്യം കാണാനാവും നമുക്ക്. അങ്ങനെ നമുക്ക് ഭൗതിക ചിന്തകളെ ഭഗവത് ചിന്തകളാക്കി മാറ്റാൻ സാധിക്കും. അപ്പൊ ഭഗവാന്റെ പ്രധാന വിഭൂതികളെ ഇവിടെ പറയും. ഭഗവാനെ സദാ ഓർക്കാൻ നമുക്ക് അത് വഴി സാധിക്കും. ഭഗവാന്റെ വിഭൂതികള് അറിയും തോറും നമുക്ക് ആനന്ദം ഉണ്ടാവും, ആശ്ചര്യം തോന്നും. കൃഷ്ണ ഭക്തൻ ആണ് ഞാൻ എന്നതില് നമുക്ക് അഭിമാനം തോന്നും. നമ്മുടെ ഉള്ളിലും ആ സത്യം തന്നെയാണ്, അതേ സത്യം തന്നെയാണ്. പ്രകൃതി നിയമം അനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുക. ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല നമുക്ക് ചുറ്റും എന്നറിയാം. ശ്രേഷ്ഠ ചിന്തകൾ ഉണ്ടാകട്ടെ, ആധ്യാത്മിക പുരോഗതി ഉണ്ടാകട്ടെ. പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും ആരാധന ചെയ്ത് ഭഗവാനിലേക്ക് ചേരാം. അനന്യ ഭക്തിയോടെ വേറെ ഒരു ദേവതകളെയും നമ്മൾ ആശ്രയിക്കേണ്ടതില്ല. ഇപ്പൊ കുരുക്ഷേത്രത്തിൽ നിന്ന് അർജുനൻ ഗുരുക്ഷേത്ര അനുഗ്രഹത്തിലേക്ക് അർജുനൻ ഉയർത്തപ്പെടുകയാണ് ഇവിടെ ചെയ്തത്.
ഭഗവാൻ ഓഷ്യൻ ഓഫ് കമ്പാഷൻ വിത്തൗട്ട് എനി റീസൺ ആണ്. അഹൈതുകി എന്നാണ് പറയാ. ആ പാർത്ഥസാരഥി പ്രസാദം ഇവിടെ അർജുനന് ലഭിക്കുകയാണ്. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്. അങ്ങനെ 10ാം അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ വന്നു. ഭഗവാനാണ് ആദ്യത്തെ ശ്ലോകം പറയുന്നത്. ശ്രീ ഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. പരമ ദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്തു, കൈക്കരുത്തുള്ള അർജുന, നീ എന്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഇനിയും ഞാൻ ജ്ഞാനം ഉപദേശിക്കാം, കേൾക്കൂ. ഇത് ഞാൻ നേരത്തെ ഉപദേശിച്ചതിലും ഉത്തമമായ ജ്ഞാനമാണ്. ഇനി എന്താ വേണ്ടത്? വീണ്ടും വീണ്ടും പറയാണ് ഭഗവാൻ. ഭക്തനെ ഭഗവാന് ഏറ്റവും ഇഷ്ടമാണ്. അതിനാൽ അർജുനനോട് പറയാണ്, എന്നെ കുറിച്ചുള്ള രഹസ്യം ഇനിയും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇപ്പൊ വൃന്ദാവനത്തില് മണ്ണ് തിന്നുന്ന ആ കൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ വായി തുറക്കാൻ പറഞ്ഞപ്പോള് എന്താണ് വായിൽ കാണണത്? പൂർണ്ണ പ്രപഞ്ചം കാണുന്നു അല്ലേ? അന്നേ അറിയാം ഈ കൊച്ചു കണ്ണന്റെ അത്ഭുതങ്ങളൊക്കെ. അപ്പൊ നമ്മളിപ്പോ ലൗകികതയിലൊക്കെ എങ്ങനെയാണ് ഒരു കൊച്ചുകുട്ടി തന്റെ പിതാവിനെ കുറിച്ച് എങ്ങനെയാണ് അറിയാ? റിസർച്ച് നടത്തുമല്ലേ? അച്ഛൻ എന്താണ് ജോലി, അച്ഛൻ എങ്ങനെയാണ്, അതൊക്കെ. അതുപോലെ നമ്മുടെ ഭഗവാനെ, നമ്മുടെ പരമപിതാവായിട്ടുള്ള ആ ഭഗവാനെ കുറിച്ച് എങ്ങനെയാണ് അറിയാൻ സാധ്യതയില്ല നമുക്ക് അല്ലെ? ഭഗവാനെ കുറിച്ച് അറിയാൻ ഭഗവാനെ കേട്ടാ മതി, കേൾക്കുക തന്നെ. അങ്ങനെ ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോള് ആ ഭഗവാന്റെ മഹത്വം മനസ്സിലാക്കാൻ കഴിയാത്തവർ അനവധി ആയിരുന്നു. അവര് ഭഗവാനെ കേൾക്കാനൊന്നും തയ്യാറല്ലായിരുന്നു. അപ്പോ ഇവിടെ ഭഗവാൻ പറയണത് അർജുനൻ ശരിയായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, അല്ലാതെ കോട്ടുവായിട്ട് ഇരിക്കൊന്നുമല്ല പറയണ സമയത്ത്. അപ്പൊ അങ്ങനെ ഈ വെണ്മയമായിട്ടുള്ള ജഗത്ത് ചിന്മയമായി മാറുകയാണ് അർജുനന്റെ മുമ്പില്. ആനന്ദ ഭദ്രമായിട്ടുള്ള ആ അനുഭൂതിയിലേക്ക് ഉയരാണ്. നമ്മളും അങ്ങനെ ഉയരണം. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്താണ്? എല്ലാവർക്കും അറിയാം അല്ലെ? സന്ധി സംഭാഷണം കഴിഞ്ഞു, യുദ്ധമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് വന്നു. അങ്ങനെ മഹാഭാരത യുദ്ധമൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയം അപ്പോ ഒരു ഭഗവാൻ കൃഷ്ണൻ അന്ന് പറഞ്ഞു, ഞാൻ ഒരു വിഭാഗത്തിന്റെ കൂടെ ഞാന് ആയുധം എടുക്കാതെ ഉണ്ടാവാം, മറ്റു ഭാഗത്ത് എന്റെ നാരായണീ സേന പൂർണ്ണമായിട്ടും വിട്ടുതരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അത് നാരായണീ സേന കിട്ടണം എന്ന് പറഞ്ഞിട്ട് ദുര്യോധനൻ ഫസ്റ്റ് വന്നിട്ട് ഭഗവാൻ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ വന്ന് തലയ്ക്കൽ തന്നെ സ്ഥാനം പിടിച്ചു. അർജുനൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു, കാൽക്കൽ അവിടെ ഇരുന്നു. അങ്ങനെ ഭഗവാൻ ഉറക്കം നടിച്ചതാവൂല്ലോ. അങ്ങനെ ഭഗവാൻ കണ്ണു തുറന്ന് നേരെ അർജുനനെ നോക്കിയിട്ട് പറഞ്ഞു, ആ അർജുന വന്നിട്ടുണ്ടോ ചോദിച്ചു. അപ്പോഴേക്കും ദുര്യോധനൻ പറഞ്ഞു, ഓ ഞാനാണ് ആദ്യം വന്നത്, ഓ താങ്കളും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ആണ് തീരുമാനിച്ചിരിക്കണത്, നാരായണീ സേന ഒരു ഭാഗത്ത്, അർജുനന് ഏതാണ് ഇതില് വേണ്ടത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ദുര്യോധനന് പേടിയായി, ഇനി സേന വേണമെന്ന് പറഞ്ഞാലോ, അല്ലാതെ ഇപ്പൊ സേന കിട്ടാതെ ഈ ഒരാളെ ഒറ്റയ്ക്ക് മാത്രം കിട്ടിയിട്ട് എന്താ പ്രയോജനം എന്ന് പേടിയായി ദുര്യോധനന്. പക്ഷെ അർജുനൻ പറഞ്ഞു, എനിക്ക് ഭഗവാൻ എന്നൊന്നും പറഞ്ഞില്ല, എനിക്ക് കൃഷ്ണനെ മതി എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി എന്ന് അർജുനൻ പറഞ്ഞു. ആശ്വാസമായി ദുര്യോധനന്. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ല, നാരായണീ സേന മൊത്തം ദുര്യോധനന് കിട്ടി. അതാണ് ഇവിടുത്തെ സന്ദർഭം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഭഗവാൻ കൃഷ്ണൻ നേരെ പോയത് കുന്തിദേവിയുടെ അടുത്തേക്കാണ്. കുന്തിദേവിയുടെ അടുത്ത് പോയിട്ട് ഭഗവാൻ ചോദിച്ചു, എന്തായാലും യുദ്ധം ആസന്നമായിട്ടുണ്ട്, ആ അവസരത്തില് മക്കൾക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ എന്ന് ചോദിച്ചു കുന്തിദേവിയോട്. അപ്പൊ പറഞ്ഞു, ഉണ്ട്, സന്ദേശം നൽകാനുണ്ട്. ഞാന് ഒരു കാര്യം പറയാം. ഒരു അവന്തി ദേശത്ത് ഒരു സഞ്ജയൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ രാജ്യം ശത്രുക്കളാലെ ആക്രമിക്കപ്പെട്ടു ഒരു അവസരം ഉണ്ടായി. ഘോര യുദ്ധം അങ്ങനെ നടക്കുകയാണ്. ആ സമയത്ത് ഈ രാജാവ് സഞ്ജയൻ എന്ന് പറഞ്ഞ്, ഇവിടുത്തെ സഞ്ജയൻ അല്ല കേട്ടോ, ഭഗവത്ഗീതയിലെ സഞ്ജയൻ അല്ല, ഇത് രാജാവ് വേറെ സഞ്ജയൻ.
ആ സഞ്ജയൻ എന്നുള്ള രാജാവ് കൊട്ടാരത്തിൽ വന്നിട്ട് അവിടെ ഇരിക്കണത് കണ്ട് ആ അമ്മയുടെ പേര് വേദിക എന്നോ എന്തുവാണ്, അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നീ ഈ യുദ്ധക്കളത്തിൽ നിന്ന് വന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേ പറഞ്ഞു, അല്ല യുദ്ധം അവിടെ നടക്കുന്നുണ്ട്, നമുക്ക് ജയസാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. അതെയോ, അങ്ങനെ ആവുമ്പോ രാജാവ് പിന്തിരിഞ്ഞു ഓടി വരികയാണോ വേണ്ടത്? ഒന്നുകിൽ നീ യുദ്ധം ചെയ്ത് വീരസ്വർഗം പ്രാപിക്കൂ, അതല്ലെന്നുണ്ടെങ്കിൽ ജയിച്ചു വരൂ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് എനിക്ക് എൻ്റെ മക്കളോടും പറയാനുള്ളത് എന്ന് കുന്തിദേവി പറയണേ. അല്ലാതെ ഈ ദുര്യോധനൻ ഭിക്ഷയായിട്ട് തരുന്ന 5 വീട്, 5 ഗ്രാമം, 1 വീട് അതൊന്നും വാങ്ങിയിട്ട് വരണതല്ല മഹത്വം എന്നാണ് എൻ്റെ മക്കൾക്ക് നൽകാനുള്ള സന്ദേശം. രണ്ടാമത്തെ ശ്ലോകം. ന മേ വിദുസുരഗണ പ്രഭവം ന മഹർഷയ അഹമാതിർഹി ദേവാനാം മഹർഷീണാം ച സർവശ. എന്റെ ഉത്പത്തി, വിഭൂതി എന്നിവയെ പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏതു വിധത്തിലും അവരുടെയെല്ലാം ഉത്ഭവസ്ഥാനം ഞാനാണ്. എന്റെ ആവിർഭാവത്തെ പറ്റിയിട്ട് ദേവന്മാരോ മഹർഷിമാരോ ഒന്നും അറിയണില്ല. മാംസചക്ഷുസ്സുകൊണ്ട് ഈ ദിവ്യത്വം കാണാനും ആവില്ല. ദേവന്മാരുടെയും മഹർഷിമാരുടെയും തലത്തിലേക്ക് എത്തിയവർക്ക് പോലും എന്നെ മനസ്സിലാക്കാനാവില്ല എന്ന് ഭഗവാൻ പറയാണ്. ഞാൻ എല്ലാത്തിൻ്റെയും ആദി കാരണമാണ്, ആദ്യമുണ്ടായതാണ്. അപ്പൊ ഉൽപ്പത്തി, വിഭൂതി ഇതിനെപ്പറ്റി മറ്റാർക്കും പറയാനാവില്ല. നമ്മുടെ പിതാമഹന്മാർക്കും പിതാവിനും നമ്മളെ അറിയാം, നമുക്ക് അവരെ അറിയില്ല. അങ്ങനെ ഭഗവാന്റെ ഉൽപ്പത്തി, വിഭൂതി ഇതൊക്കെ വളരെ രഹസ്യമായിട്ടുള്ളതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടുത്തെ പിക്ചർ നോക്കൂ. ഇത് കാണിച്ചിരിക്കുന്നത് ദേവകി ദേവിയാണ്. അന്ന് ഭഗവാൻ ആവിർഭവിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ ദേവി ദേവന്മാരും അവിടെ സന്നിഹിതരായതാണ് ഭഗവാന്റെ അവതാരം കാണാൻ. ഭഗവാൻ അങ്ങനെ ജനിക്കുന്നത് നമ്മള് കുട്ടികൾ ജനിക്കുന്ന പോലെയല്ല, ഹൃദയത്തിൽ നിന്നാണ്. വസുദേവരുടെ ഹൃദയത്തിൽ നിന്ന് ദേവകി ദേവിയിലേക്ക്, ദേവകി മാതാവിന്റെ ഹൃദയത്തിൽ നിന്നാണ് ഭഗവാൻ ഇങ്ങനെ വരുന്നത്, അവതരിക്കുന്നത് പുറത്തേക്ക്. അതാണ് ഇവിടെ പിക്ചർ കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോ മലയാളികള് ഒരു മലയാളിയെ കണ്ടാൽ വലിയ സന്തോഷാണ് അല്ലെ, നമുക്ക് മലയാളത്തിലൊക്കെ സംസാരിക്കാം. ഒറിജിൻ സെയിം ആണ്, അതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ ഭഗവാനിൽ നിന്ന് വന്നവരാ, ഭഗവാന്റെ ഒറിജിന് നമ്മുടെ ഒറിജിനും ഒന്നാണ്. അപ്പോ എല്ലാത്തിന്റെയും ഒറിജിൻ ഒന്നായിട്ടുള്ള ആ ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കണേ അല്ലെ? നമുക്ക് ഏറ്റവും ഇഷ്ടാണ് ഭഗവാനെ. ഏഴാമത്തെ ശ്ലോകം. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വത സോ വികൽപേന യോഗേന യുജ്യതേനാത്ര സംശയ. എന്റെ വിഭൂതികളും യോഗശക്തിയും എന്തെന്ന് ശരിയായി ബോധ്യപ്പെട്ടവർ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നു. ഇതിന് യാതൊരു സംശയവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. വിഭൂതികളെല്ലാം യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കണം. അപ്പൊ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ നമുക്ക് ഉത്സുകത ഉണ്ടാവും, എല്ലാ സംശയങ്ങളും നീങ്ങും, ഭക്തിയിൽ ഉറച്ച് നിൽക്കാനും സാധിക്കും. പക്ഷെ ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ. മേഴ്സി ഓഫ് കൃഷ്ണ എന്ന് പറയില്ലേ, ഭഗവാന്റെ ആ കാരുണ്യം വേണം എല്ലാത്തിനും. ഇപ്പൊ പലരും പറയും അല്ലേ, ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് പറയും. എത്രയ്ക്ക് ഗ്രേറ്റ് അതറിയില്ല, അജ്ഞതയാണ് അല്ലെ. ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നൊക്കെ പറയാനൊക്കെ എളുപ്പമാണ്. അപ്പോ ഒരു കഥ ഞാനിവിടെ പറയട്ടെ. ഒരു സന്യാസി, പണ്ഡിതനായിട്ടുള്ള ഒരു സന്യാസി പ്രവചനത്തിനൊക്കെ പോകും, എല്ലായിടത്തും ഭഗവാനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും. അങ്ങനെ ഈ ഗ്രാമത്തിലുള്ള ആളുകള് വിളിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ബിസിയാണ്. കുറെ ദിവസം വെയിറ്റ് ചെയ്തു, അദ്ദേഹം വന്നു. അപ്പൊ കുറെ പന്തലൊക്കെ ഇട്ട് കുറെ നല്ല ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വന്നു, ചോദിച്ചു, നിങ്ങളിൽ ആർക്കൊക്കെ ഭഗവാനിൽ വിശ്വാസമുണ്ട് ചോദിച്ചു. ആരും കൈപൊക്കിയില്ല. അപ്പൊ സന്യാസി പറഞ്ഞു, ആർക്കും ഇവിടെ ഭഗവാനെ അറിഞ്ഞുകൂടാ അല്ലെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. എല്ലാവർക്കും വിഷമായി, എത്രയോ കാത്തിരുന്നിട്ട് വന്നേ. അങ്ങനെ പിന്നെ സംഘാടകരൊക്കെ പോയി രണ്ടാമതും കാല് പിടിച്ച് കുറെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം വന്നു. അപ്പൊ പറഞ്ഞ് ശട്ടം കെട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവരോടും, എല്ലാവർക്കും ഭഗവാനെ അറിയാം എന്ന് പറഞ്ഞോളൂ എന്ന്. അങ്ങനെ എല്ലാവരോടും ഇതേ ചോദ്യം ചോദിച്ചു. അപ്പൊ എല്ലാവരും കൈ പൊന്തിച്ചു.
എല്ലാവർക്കും ഭഗവാനിൽ വിശ്വാസമാണ്. അപ്പോ ഈ സന്യാസി പറഞ്ഞു, ഓ നിങ്ങൾക്കൊക്കെ ഭഗവാനെ അറിയാലോ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അങ്ങനെ വിഷമായി. പിന്നെ കുറെ വെയിറ്റ് ചെയ്ത് മൂന്നാമതും വിളിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ പകുതി പേര് കൈ പൊന്തിച്ചാ മതി, പകുതി പേര് കൈ പൊക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോ ഇതുപോലെ ചെയ്തു. അപ്പോ സന്യാസി പറഞ്ഞു, നിങ്ങൾ പലർക്കും ഭഗവാനെ കുറിച്ച് അറിയാം അല്ലെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അറിയാത്തവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. അപ്പോ ഭഗവാനെ കുറിച്ചിട്ട്, ആത്മീയതയെ കുറിച്ചുള്ള അജ്ഞത, അതാണ് ഇവിടെ ഈ കഥയിലെ താല്പര്യം. അതാണ് ഇവിടെ പറയുന്നത്. ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, എത്രത്തോളം ഗ്രേറ്റ് ആണ് ഗോഡ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പറയണം. അത് നമ്മളിപ്പോ ഇവിടെ പഠിക്കും. ഈ അധ്യായം എന്ന് പറഞ്ഞാല് മഹനീയമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഇതിലാണ് ചതുശ്ലോകി ഗീത എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട ശ്ലോകങ്ങള്. ആ 4 ശ്ലോകങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഭഗവത്ഗീത പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയതിന് തുല്യമായി. ആ ശ്ലോകങ്ങളാണ് ഇനി വരുന്നത്. 8, 9, 10, 11 ശ്ലോകങ്ങളാണ്. 8ാമത്തെ ശ്ലോകം. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാ. ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. എല്ലാം എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ സേവനത്തിൽ ഏർപ്പെടുകയും എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യുന്നു. അഹം സർവസ്യ പ്രഭവോ, എല്ലാം സർവ്വതും, ഇന്ന ഒരെണ്ണം എന്നില്ല. അഹം സർവസ്യ പ്രഭവോ, ഞാനാണ് എല്ലാതിൻ്റെയും പ്രഭവം, ഉത്ഭവസ്ഥാനം. മത്ത സർവം പ്രവർത്തതേ, എന്നാലാണ് സർവം പ്രവർത്തിക്കുന്നത്. ഇതി മത്വാ ഭജന്തേ, ഈ തത്വം അറിഞ്ഞിട്ട് ഭജന്തേ മാം ബുദ്ധിമാന്മാർ അങ്ങനെ അറിഞ്ഞിട്ട് എന്റെ സേവനത്തിൽ ഏർപ്പെടുന്നു, എന്നെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുന്നു. ഭജന്തേ മാം അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിത. ഇത് എല്ലാവരും 4 ശ്ലോകങ്ങൾ വരുന്നുണ്ട്. ഇത് 1ാമത്തെ. അത് എല്ലാവരും പഠിക്കണം, അർത്ഥം മനസ്സിലാക്കിയിട്ടിരിക്കണം. ഭഗവാൻ ഇവിടെ കാരണോദകശായി വിഷ്ണു. ഇത് വേറൊരു ശ്ലോകാണ്. നാരായണാത് ബ്രഹ്മാ ജായതേ, നാരായണാത് പ്രജാപതി പ്രജായതേ, നാരായണാദിന്ദ്രോ ജായതേ, നാരായണ തുഷ്ടൗ വസവോ ജായന്തേ, ഏകാദശോ രുദ്രാ ജായന്തേ, നാരായണാദ്വാദശാദിത്യാഹ. നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു. ഇവിടെ പിക്ചറും അതാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. നാരായണനിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു, നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു, നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു, നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു, നാരായണനിൽ നിന്ന് 12 ആദിത്യന്മാരും ജനിച്ചു. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപ വിസ്തരണമാണ്. അപ്പൊ കൃഷ്ണനിൽ നിന്നാണ് നാരായണൻ ഉണ്ടാവണത്. നാരായണനിൽ നിന്നാണ് പിന്നെ ഇതൊക്കെ ഉണ്ടാവണത് എന്നാണ്. 9ാമത്തെ ശ്ലോകം, ചതുശ്ലോകിയിലെ 2ാമത്തെ ശ്ലോകം വരുന്നു. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചാരമന്തി ച. എന്റെ ശുദ്ധ ഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എന്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെ കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. ആനന്ദോത്സുകരായിട്ടുള്ള ഭക്തരെ കാണൂ ഇവിടെ. അപ്പൊ ഭഗവാൻ എന്താ പറയണത്? മച്ചിത്ത, എന്നെ തന്നെ മനസ്സില് വിചാരിക്കൂ. മദ്ഗത പ്രാണ, അങ്ങനെ എന്നിൽ തന്നെയാണ് നിങ്ങളൊക്കെ കുടികൊള്ളേണ്ടത്. ബോധയന്ത പരസ്പരം കഥയന്തശ്ച, എന്നെ കുറിച്ചുള്ള കാര്യങ്ങള് കഥകള് ഒക്കെ പരസ്പരം പറയൂ. നിത്യം തുഷ്യന്തി, അങ്ങനെയുള്ളവര് നിത്യവും തുഷ്യന്തി ച രമന്തി ച, സന്തോഷം ആനന്ദാണ് അവർക്ക് ഉണ്ടാവുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്ന 2ാമത്തെ ശ്ലോകത്തില്. ആധ്യാത്മിക ഭക്തിയുത സേവനത്തെ ജീവാത്മാവിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബീജാവാപത്തോടാണ് ചൈതന്യ മഹാപ്രഭു ഉപമിക്കുന്നത്. ഭക്തിയാകുന്ന ആ ലതയുടെ ബീജം
അത് ഹൃദയത്തിൽ ഉണ്ടാവുക, ഭക്തി ഉണ്ടാവുക. ഈ വിശ്വത്തിലെ ഗ്രഹയൂഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവസത്തകൾക്ക് എണ്ണമില്ല. അവരിൽ നന്നേ കുറച്ചു പേർക്ക് ഒരു ശുദ്ധ ഭക്തനെ കണ്ടുമുട്ടാനും അങ്ങനെ ഭക്തിയുത സേവനത്തെ കുറിച്ചറിയാനും ഭാഗ്യമുണ്ടാകാറുള്ളൂ. ഒരു വിത്ത് പോലെയാണ് ഈ ഭക്തിയുത സേവനം. ജീവസത്തയുടെ ഹൃദയത്തിൽ ഈ ബീജം നട്ടുകഴിഞ്ഞ ശേഷം ആ ജീവാത്മാവ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം ചെയ്തതുകൊണ്ടും കേട്ടുകൊണ്ടിരുന്നാൽ ആ വിത്ത് മുളച്ചു വരും. ഈ മന്ത്രാണ് അതിനുള്ള വെള്ളവും വളവും ഒക്കെ കൊടുക്കുകയാണ് ആ വിത്തിന്. ഭക്തി ലതയുടെ വിത്ത് ഭാവിയിട്ട് ഹൃദയത്തിൽ ആ ബീജം നട്ടു കഴിഞ്ഞിട്ട് ആ മഹാമന്ത്രം ഹരേ കൃഷ്ണ മഹാമന്ത്രമാകുന്ന ആ ജലം ഒഴിച്ച് അതിനെ ഇങ്ങനെ വളർത്തി വരണം. അത് വളർന്ന് ഭഗവാന്റെ പാദങ്ങളില് മുട്ടണം ആ ഭക്തിലത. ഒരു വിത്ത് പതിവായി നനച്ചുകൊണ്ടിരുന്നാൽ എന്ന പോലെ ഭക്തിയുത സേവനത്തിന്റെ ആധ്യാത്മികമായ ചെടിയും ക്രമേണ വളർന്ന് ഭൗതിക ലോകത്തിന്റെ തോട് തുളച്ച്, ഇന്നലെ നമ്മൾ കണ്ടു അല്ലേ, 7 കവേഴ്സ് തോട് തുളച്ച് പരവ്യോമത്തിലെ ബ്രഹ്മജ്യോതിസോളം എത്തും. ആ പരവ്യോമത്തിലും അത് വളർന്ന് ഗോലോക വൃന്ദാവനം എന്നു പേരുള്ള കൃഷ്ണന്റെ സർവ ഉത്കൃഷ്ട ലോകത്തോളം ഉയരുന്നു. അവസാനം അത് കൃഷ്ണന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ ഒരു വൃക്ഷത്തിന് ക്രമേണ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് പോലെ ഭക്തിയുത സേവനമാകുന്ന ലതയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോഴും ശ്രവണ കീർത്തനങ്ങളാലുള്ള ജലസേചനം തുടർന്നു പോരണം. ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ലതയെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഭക്തി ലതയെ വളർത്തിയെടുക്കേണ്ടത്, അതിനെ വീണ്ടും പരിപോഷിപ്പിച്ച് ആ ഉന്നത ആ ഗ്രഹങ്ങളിലൂടെ യാത്ര ചെയ്ത് അത് ആ ഗോലോക വൃന്ദാവനത്തിലെ ആ കൃഷ്ണന്റെ പാദം മുട്ട വരെ ചെല്ലണം. അതിന് നമ്മള് നിത്യം എത്ര തവണ സാധിക്കോ അത്രയും തവണ നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ഭക്തിയുത സേവനം ചെയ്യുക, ഭഗവാനായിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും ചെയ്യുക. 10ാമത്തെ ശ്ലോകം. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാനുതകുന്ന ബുദ്ധിവിശേഷം ഞാൻ നൽകും. ഇവിടുത്തെ പിക്ചർ നോക്കൂ, ധ്രുവനാണ്. ധ്രുവൻ ചെറിയ കുട്ടി, 5 വയസ്സേ ഉള്ളൂ അല്ലെ, തപസ്യ ചെയ്യാണ്. തപസ് ചെയ്തിട്ട് ആ കുട്ടിക്ക് അറിയോ അല്ലേ എന്തെങ്കിലും? എന്നാലും ഭഗവാനാണ് ആ ബുദ്ധി കൊടുക്കുന്നത്. ബുദ്ധിവിശേഷം ഭഗവാൻ കൊടുത്തു. അങ്ങനെ തപസ് ചെയ്തു. ജലം മാത്രം, ശ്വാസം മാത്രം, അവസാനം ശ്വാസം പോലും നിരോധിച്ചു കൊണ്ടായിരുന്നു തപസ്യ. അങ്ങനെ ദേവന്മാരും എല്ലാവരും ശ്വാസം എടുക്കാൻ പറ്റാതെ ഭഗവാനെ ആശ്രയിക്കുന്നു. ആ സന്ദർഭമാണ് ഇവിടെ. അപ്പൊ ഭഗവാൻ സംഘർഷണമൂർത്തിയായിട്ട് ധ്രുവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്ത് വരാണ് മോനെ നിനക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട്. ആ സന്ദർഭമാണ് ഇവിടുത്തെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. വിശ്വാസ്യനായൊരു ആധ്യാത്മിക ഗുരു ഉണ്ടായാലും ഒരു ആധ്യാത്മിക സംഘടനയിൽ ഉൾപ്പെട്ടാലും ശരി, മുന്നേറാൻ ഉതകുന്ന ബുദ്ധിശക്തി ഒരാൾക്കില്ലെങ്കിൽ അയാൾക്ക് കൃഷ്ണൻ അന്തര്യാമിയായിരുന്ന് ഉപദേശങ്ങൾ നൽകുന്നു. അപ്പോ ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, സർവ ജീവജാലങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉണ്ട്. അങ്ങനെ ആ ഭക്തനും അവസാനത്തിൽ പ്രയാസം കൂടാതെ ഭഗവാനിൽ എത്തിച്ചേരാനിട വരുന്നു. നിരന്തരം കൃഷ്ണാവബോധത്തോടെ ജീവിക്കുകയും പ്രേമഭക്തിയോടെ കൃഷ്ണന്റെ സേവ ചെയ്യുകയുമാണ് അവശ്യമായ യോഗ്യത. ഭക്തൻ കൃഷ്ണനു വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം. ഭഗവാനായിക്കൊണ്ട് എന്തെങ്കിലും സേവനം ചെയ്യണം ഭക്തൻ. തീർച്ചയായിട്ടും അത് പ്രേമപൂർവമാവുകയും വേണം. ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ മുന്നോട്ടു പോകാൻ തക്ക ബുദ്ധിശക്തി ഇല്ലെങ്കിലും ഭക്തിപൂർവമായ ഭഗവത് സേവനത്തിൽ നിർവ്യാജം ഏർപ്പെട്ടുകൊണ്ടിരുന്നാൽ അയാൾക്ക് പുരോഗതിക്കും ഭഗവത് സന്നിധി പോകുന്നതിനുമുള്ള അവസരം കൃഷ്ണൻ നൽകിക്കൊള്ളും. അതിനുള്ള ആ സന്ദർഭം ഭഗവാൻ ഉണ്ടാക്കും. അതിനുള്ള ബുദ്ധിവിശേഷവും ഭഗവാൻ തന്നെ നൽകും എന്നാണ് ഇവിടെ പറയുന്നത്. ചതുശ്ലോകി ഗീതയിലത്തെ 4ാമത്തെ ശ്ലോകം 11. തേഷാമേവാനുകമ്പാർത്ഥമഹമജ്ഞാനജം തമ നാശയാമ്യാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അവരിൽ സവിശേഷ അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട്
അവരുടെ അജ്ഞാനജന്യമായ തപസ്സിനെ അകറ്റുന്നു. അപ്പൊ എല്ലാവരുടെയും ഹൃദയശേ അർജുന തിഷ്ഠതി, ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ആ ഭഗവാൻ തന്നെയാണ് ഹൃദയസ്ഥനായിട്ട് ജ്ഞാനം നൽകും അവർക്ക്. അങ്ങനെ ആ ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാന അന്ധകാരം മുഴുവനും നീങ്ങിക്കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 2 പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് 2 കഥകളായിട്ട് അത് പറയേണ്ടതുണ്ട്. അതായത് ഇതിൽ കാണിച്ചിരിക്കുന്നത് പരീക്ഷിത്തിന്റെയാണ്. പരീക്ഷിത്താണ് ശുഗബ്രഹ്മർഷി പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കണോന്ന് നമുക്കറിയാം അല്ലെ. പരീക്ഷിത്ത് നായാട്ടിന് പോയി, കാട്ടില് ദാഹിച്ചപ്പോഴ് ഒരു പർണശാല കണ്ടു, ജലത്തിനായിട്ട് ചെന്നു. ഒരു ഋഷി ധ്യാനത്തിലിരിക്കുന്ന കണ്ടു. അപ്പോ പറഞ്ഞു, ഞാൻ അർജുനന്റെ പുത്രനാണ്, പരീക്ഷിത്ത് രാജാവാണ് ഞാൻ എന്നൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മുനി ഉണർന്നില്ല, ധ്യാനനിഷ്ഠനായിരുന്നു. അങ്ങനെ ഒരു മോശമായ കർമ്മം ചെയ്തു, ചത്ത പാമ്പിനെ കഴുത്തിലിട്ട് കൊടുത്തു. ഇപ്പൊ കുറച്ച് സമാധാനമായോ രാജാവിന് അല്ലേ? കൊട്ടാരത്തിൽ തിരിച്ചെത്തി, മനസ്സ് വിഷമിച്ചു. ഒരു നിന്ദ്യമായ പ്രവൃത്തി ഞാൻ ചെയ്തുവല്ലോ. അദ്ദേഹം ആ ആത്മാരാമൻ തന്നെയാണ്, ഭക്തനാണ്, ശുദ്ധ ഭക്തനാണ്, സാത്വികനാണ്. എന്നിട്ടും ഒരു സന്ദർഭത്തില് ഒരു പോയിന്റില് അദ്ദേഹത്തിന് നിന്ദ്യമായിട്ട് പ്രവൃത്തി ചെയ്യേണ്ടി വന്നു അല്ലേ. അപ്പൊ മകൻ, ഈ ധ്യാനനിഷ്ഠനായ മുനിയുടെ മകൻ ശൃംഗി ഇതറിഞ്ഞിട്ട് നദിയിലിറങ്ങി അല്പം ജലമെടുത്ത് ശപിച്ചു, 7 ദിവസത്തിനകം തക്ഷകൻ കടിച്ചു മരിക്കട്ടെ. ഈ ശബ്ദം കേട്ടിട്ടാണ് മുനി ധ്യാനത്തിൽ നിന്ന് ഉണരണത്. എല്ലാ വിവരവും കേട്ട് പറഞ്ഞു, രാജാവിനെ ശപിച്ചത് ശരിയായില്ല. ചത്ത പാമ്പിനെ അല്ലേ ഇട്ടത്, അത് കടിക്കൊന്നുമില്ലല്ലോ. നീയോ പാമ്പ് കടിച്ചു മരിക്കണം എന്ന് നീ ശപിച്ചു, അത് ശരിയായില്ല. പോട്ടെ, എന്തായാലും ഈശ്വര നിശ്ചയം. രാജാവിനെ അറിയിച്ചു. രാജാവ് ഇതറിഞ്ഞിട്ട് സമാധാനായി. 7 ദിവസം കഴിഞ്ഞ മരണാണല്ലോ. രാജാവ് കരുതി, വളരെ നന്നായി, കുറെ സമയമായി ഞാൻ ഇതിനൊരു പ്രായശ്ചിത്തം എങ്ങനെയാ ചെയ്യണ്ടേ നോക്കിയിട്ട്. അപ്പോ കുറെ ദിവസങ്ങളായിട്ട് ഞാനൊരു വിശ്രമമൊക്കെ ആവശ്യമുണ്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഗംഗാതീരത്ത് കിഴക്കോട്ട് ദർഭ വിരിച്ചിട്ട് വടക്കോട്ട് നോക്കി ഇരുന്നു. പ്രായോപവേശം. ഇനി എഴുന്നേൽക്കില്ല അവിടുന്ന് മരണം വരെ. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗിയായി. ഋഷിമാരെ ഒക്കെ ഇതറിഞ്ഞിട്ട് കാണാനെത്തി. അപ്പൊ പറഞ്ഞു, എന്നെ അനുഗ്രഹിക്കാൻ നിങ്ങൾ എല്ലാവരും വന്നോ എന്ന് ചോദിച്ചു. കൊട്ടാരത്തിൽ ഞാൻ ഉള്ളപ്പോ നിങ്ങൾ ആരും വന്നില്ലല്ലോ. അപ്പൊ യോഗികൾക്ക് എന്താ ഇഷ്ടം? എല്ലാം ഉപേക്ഷിക്കുന്നവരെയാണ് യോഗികൾക്ക് ഇഷ്ടം, അല്ലാണ്ട് എല്ലാം പിടിച്ചു വെക്കുന്നവരെയല്ല. അപ്പൊ അവരോട് പറഞ്ഞു, എനിക്കിനി 7 ദിവസമേ ആയുസുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് ശ്രേയസിനായിട്ട് ഏതാണ് മാർഗം ഉള്ളത് ഒന്ന് പറഞ്ഞു തരൂ. അവർക്കൊക്കെ ഉത്തരം അറിയാം, എങ്കിലും അവർ പരസ്പരം നോക്കുകയാണ് ചെയ്തത്. ഉത്തമനായ ഒരാൾ വരാനുണ്ട്, അദ്ദേഹം പറഞ്ഞോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോള് 16 വയസ്സുള്ള ഒരു ചൈതന്യവാനായിട്ടുള്ള ഒരു വ്യക്തി അങ്ങോട്ട് എത്തി. ചുറ്റും ദിവ്യ തേജസ് പരത്തിക്കൊണ്ട് സുഗന്ധപൂരിതനായിട്ട് എല്ലാവരും കൂടി ആദരിച്ചിരുത്തി. യാദൃശ്ചികമായിട്ട് ഭഗവാൻ തന്നെ പരീക്ഷത്തിന്റെ അടുത്ത് എത്താണ് ശ്രീശുകന്റെ രൂപത്തില്. അങ്ങനെ ഹൃദയം ശുദ്ധം, വിനയത്തോടെ ഈശ്വരനെ നേടണം എന്ന് ആഗ്രഹിച്ചിരിക്കണ ഒരാളാണ് പരീക്ഷിത്ത്. അങ്ങനെ ആഗ്രഹിച്ചവരുടെ മുന്നില് ഗുരു മുന്നിലേക്ക് സ്വയം എത്തുക തന്നെ ചെയ്യും. അവധൂതനായിട്ടുള്ള ആ ശ്രീശുകരെ കണ്ടിട്ട് വ്യാസദേവൻ പോലും, മകനാണ് വ്യാസദേവരുടെ, ആ വ്യാസദേവനും പരാശരൻ പിതാമഹനാണ്. അങ്ങനെ ആ പിതാവും പിതാമഹനും മറ്റു മുനിമാരും ഒക്കെ എഴുന്നേറ്റ് ആദരിച്ചിരുത്തി. രോഗിക്ക് മുമ്പില് മരുന്നുമായിട്ട് വൈദ്യൻ ഇങ്ങോട്ട് വരിക അല്ലേ, ഭഗവാൻ എത്തുകയാണ് പരീക്ഷത്തിന്റെ മുമ്പില്. അപ്പൊ പരീക്ഷത്തിന് തോന്നി, ഗർഭത്തിൽ വെച്ചിട്ട് ഭഗവാൻ എന്നെ രക്ഷിച്ചു. എന്നാൽ ഇപ്പോ ഈ ശ്രീശുകരെ നേരിൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്റെ ജന്മം. അങ്ങനെ ഭഗവാൻ എന്നോട് കാരുണ്യം കാണിക്കണു. സന്തോഷം. എല്ലാ പ്രകാരത്തിലും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു. ഓട്ടക്കലത്തിലെ വെള്ളം പോലെ ആയുസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും അല്ലെ. എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി കരേറുന്നു മോഹവും എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ശരീരം വീഴുന്നതിന് മുമ്പ് നമ്മളാകുന്ന പരീക്ഷിത്തുമാരൊക്കെ ഭഗവാനെ അറിയാൻ ശ്രമിക്കണം. ജിജ്ഞാസുവായിട്ടുള്ള ആ ശിഷ്യൻ പ്രപഞ്ചത്തിന്റെ ഈ നിസാരത അത് ബോധ്യപ്പെട്ടിട്ട്
സർവസംഘ പരിത്യാഗിയായിട്ട് നല്ലൊരു ഗുരുനാഥനെ ശരണം പ്രാപിക്കുകയാണ് ഇവിടെ. അങ്ങനെ ധനം സ്ഥാനമാനം യാതൊന്നും ഈ അവസരത്തില് കാര്യമില്ല എന്ന് പരീക്ഷത്തിന് മനസ്സിലായി. അതാണ് ഇവിടുത്തെ സന്ദർഭം. ഇനി താഴെയുള്ള പിക്ചർ നോക്കൂ. അതെന്താണ്? അത് കപില മുനിയാണ്. അമ്മ ദേവഹൂതിക്ക് ആത്മതത്വം വിവരിച്ചു കൊടുക്കുകയാണ്. അപ്പോ എന്താണ് ഭഗവാന്റെ അവതാരം തന്നെയാണ് കപില ദേവൻ. അപ്പൊ പറയണേ അമ്മോട് അമ്മ ഇത്രയും നാള് ജീവിച്ചു, ഭഗവാനെ ഒന്നും വേണ്ട വിധത്തിലൊന്നും അറിഞ്ഞില്ല എന്നൊക്കെ അമ്മയ്ക്ക് ശ്രേയസിനായിട്ടുള്ളത് പറഞ്ഞു തരൂ എന്ന് മകനോട് പറയാ. മകനായിട്ടുള്ള കപില വാസുദേവനോട് പറയാണ്. അപ്പൊ പറഞ്ഞു അഹം മമ, അത് രണ്ടും നമ്മുടെ കൽമഷങ്ങളാണ് അമ്മേ. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല. ഇതാണ് ദുഃഖത്തിന് കാരണം. ചിലരുടെ സാന്നിധ്യമൊക്കെ നമ്മെ കലുഷമാക്കും. അപ്പൊ ആ സംഘം നമ്മൾ ഒഴിവാക്കണം. സത്സംഗമാണ് വേണ്ടത്. അവരുടെ വാക്ക് സത്സംഗത്തിൽ ഇരുന്നാല് അവര് പറയുന്ന വാക്കുകൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ഹൃദയത്തിനെ പുഷ്ടിപ്പെടുത്തും, അനുഭൂതി ഉണ്ടാക്കും, ഭക്തി ഉണ്ടാവും, അപ്പൊ ജീവൻ ശുദ്ധമാവും. അപ്പോ നമ്മൾ എന്താ വേണ്ടേ? ഒരു ഹേതുവുമില്ലാതെ ഭഗവാനെ ഭജിക്കുക. ഇതാണ് ഭക്തി. കർമ്മം യോഗമാക്കി ചെയ്യുക, നിസ്സംഗമായിട്ട് കർമ്മം ചെയ്യുക, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ചെയ്യുക. സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹ ലാഞ്ചനാഢ്യം ഉത്തുംഗദത്ത വിലസൻ നഖ ചക്രവാള ജ്യോത്സ്ന വിരാഹകമഹാഹൃദയാന്ധകാരം എന്ന്. അപ്പൊ ഭഗവാന്റെ ആ നഖങ്ങള്, പാദങ്ങളാണ് നമ്മൾ എപ്പോഴും സ്മരിക്കേണ്ടത്. ആ നഖത്തിൽ നിന്ന് വരുന്ന ആ ഉത്തുംഗദത്ത വിലസൻ നഖ ചക്രവാള ആ വരുന്ന ആ സൂര്യ കിരണങ്ങള്, അത് നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. അങ്ങനെ ആ ഭഗവാന്റെ ആ ചരണാരവിന്ദം എപ്പോഴും ഓർക്കണം നമ്മള്. ഇപ്പോ ബന്ധങ്ങളാകുന്ന ആ കെട്ടുകളെ അറുക്കുന്ന വജ്രം, അങ്കുശം തോട്ടി, മതയാനയാകുന്ന മനസ്സിനെ തളയ്ക്കാനുള്ള അങ്കുശം തോട്ടി, അങ്ങനെ ആ ഭഗവാന്റെ ആ പാദസ്മരണ അത് നിത്യ ഉത്സവമാണ് നമുക്ക് തരുന്നത്. അവരെയൊക്കെ ആ പാദസ്മരണ ചെയ്യുന്നവരെയൊക്കെയും ഭഗവാൻ സംരക്ഷിക്കും. താമര ചെളിയിലാണ് അല്ലെ, സംസാരമായിട്ടുള്ള ചെളിക്കുണ്ടിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. അതില് നമുക്ക് ബന്ധം ഉണ്ടാവരുത്. താമരയ്ക്ക് ആരോടാ ബന്ധം? സൂര്യനോടാണ് ബന്ധം. നമുക്കതുപോലെ ഭഗവാനോടാണ് ബന്ധം ഉണ്ടാകേണ്ടത്. ഭഗവാനെ ഹൃദയത്തിൽ വെക്കുക, ശാന്തി സമാധാനം കിട്ടും, ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറും. അങ്ങനെ ആ ഭഗവാന്റെ ആ നഖങ്ങളിൽ നിന്ന് പ്രകാശിക്കുന്ന ആ കിരണം അതെപ്പോഴും ഓർക്കണം. പാദം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ മുകളിലോട്ട് ഇങ്ങനെ ധ്യാനിക്കണം. കാൽമുട്ടുകള്, മഞ്ഞപ്പട്ട്, അരഞ്ഞാണം, വക്ഷസ്, ശ്രീവത്സം, വലംപിരി ശംഖ്, കണ്ഠം, 4 കൈകള്, ആഭരണങ്ങള്, ശംഖ ചക്ര ഗദാ പത്മം, പൈതലായിട്ട് വേണമെങ്കിൽ അങ്ങനെ ധ്യാനിക്കാം. കുണ്ടലം, കവിൾത്തടം, ആധരങ്ങള്, മുല്ലമൊട്ട് പോലുള്ള പല്ലുകള്, തിരുനാസിക, കാരുണ്യമായിട്ടുള്ള കണ്ണ്. ആ കണ്ണ് എങ്ങനെയാണ്? ഭക്തരെ നോക്കിയിട്ട് അതങ്ങ് നീണ്ടുപോയി, ചെന്താമര ഇതൾ പോലെ ചെവി അറ്റം വരെ നീണ്ടു ഭക്തരെ നോക്കിയിട്ട്. ആ കാരുണ്യത്തിന്റെ അലയായിട്ടുള്ള പുരികം, നീണ്ട ഗോപിക്കുറി, സ്വർണ കിരീടം, രത്നങ്ങള്, മയിൽപ്പീലി, അങ്ങനെയുള്ള ഈ രൂപം എന്നും കുറച്ചു സമയം ധ്യാനിക്കുക. അപ്പൊ വിഷയവിചാരം നീങ്ങും. അവസാന കാലം എളുപ്പത്തിൽ ശരീരം ത്യജിക്കാൻ സാധിക്കും. അനായാസേന മരണം. ഇത്ര അനുകൂല സാഹചര്യം ലഭിച്ച നമ്മള് ആയ കാലത്ത് ഭക്തി ഇല്ലാതെ അങ്ങനെ ഭൗതിക വിഷയത്തില് ആ വിഷയ താല്പര്യത്തിൽ അങ്ങനെ കഴിഞ്ഞു. ഒരു മൂല്യങ്ങളും ഇല്ല, സ്നേഹം, ദയ ഒന്നുമില്ല, വെറും ദുഃഖം മാത്രമായിരുന്നു. അങ്ങനെ അപ്പൊ കപിലൻ ഇത്രയൊക്കെ ഉപദേശങ്ങള്, സ്വപുത്രനായിട്ടുള്ള കപിലന്റെ ആ ഉപദേശാമൃതം പാനം ചെയ്തിട്ട് ആ ദേവഹൂതിയുടെ താപങ്ങളൊക്കെ, വിഷമങ്ങളൊക്കെ, ക്ലേശങ്ങളൊക്കെ മാറി ആത്യന്തികമായിട്ട് നശിച്ചു. അനന്തരം ഭഗവാനാണ് എൻ്റെ പുത്രൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ വന്ദിച്ചു പറഞ്ഞു, ഹേ കൃപാമൂർത്തെ, അവിടുത്തെ കരുണയ്ക്ക് നമസ്കാരം.
കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങള് അവിടുത്തെ ഉദരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്രകാരമുള്ള നിന്തിരുവടി അടിയന്റെ ഉദരത്തിൽ മനുഷ്യഭാവത്തിൽ അവതാരം എടുത്തു എന്നുള്ളത് അവിടുത്തെ കരുണ തന്നെയല്ലേ? അങ്ങനെ ശ്രവണ കീർത്തന സ്മരണകൾക്ക് അവിടുത്തെ തിരുനാമം വിഷയമാകട്ടെ. അപ്പൊ മഹാപാപികൾ പോലും അത് മഹാപാപികളെ പോലും അത് മഹാതീർത്ഥങ്ങളാക്കി തീർക്കുമല്ലോ. അങ്ങനെ അവിടുത്തെ തിരുനാമം എപ്പോഴും നാവിൽ വന്നാല് ഏത് ശോഭജനും പൂജ്യനായി തീരും. അവർക്ക് പിന്നെ തപസ്സോ തീർത്ഥസ്നാനമോ അധ്യയനാദികളോ ഒന്നും ആവശ്യമില്ല. അവിടുത്തെ മഹിമാതിരേകത്തിന് കൂപ്പുകൈ എന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കുകയാണ്. ആ ഭഗവാൻ ആത്മതത്വം ഉപദേശിച്ചിട്ട് മാതാവിന്റെ അനുജ്ഞ വാങ്ങിയിട്ട് അവിടെ നിന്ന് പോയി. അനന്തരം ദേവഹൂതി എന്താ ചെയ്തേ? ഭഗവതുക്ത മാർഗങ്ങളിലൂടെ ധ്യാനനിഷ്ഠയായിട്ട് ഭവിച്ചു. സകല ഭോഗങ്ങളെയും പരിത്യജിച്ചു. ക്രമേണ സമാധിയെ പ്രാപിച്ചു. ദീർഘകാലം നിരന്തര സമാധിയിൽ തന്നെ ഇരുന്നു. ചിദാനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാനെ തന്നെ പ്രാപിച്ചു. ദേവഹൂതിയുടെ പരിശുദ്ധ ദേഹം ലോകമംഗളത്തിനായിട്ട് ഒരു നദിയായി പ്രവഹിച്ചു. കപിലമൂർത്തിയാവട്ടെ സിദ്ധചാരണ ഗന്ധർവന്മാരാലും മുനികളാലും സ്തുതിക്കപ്പെട്ട് വടക്ക് കിഴക്ക് ദിക്കിലേക്ക് പോവുകയും സമുദ്രരാജന്റെ സ്വാഗതം സ്വീകരിച്ചിട്ട് ആത്മധ്യാന നിരതനായിട്ട് ഇന്നും ലോകമംഗളത്തിനായി വർത്തിക്കുകയും ചെയ്യുന്നു. അതാണ് കപിലമുനിയും അമ്മ ദേവഹൂതി. ജീവിതത്തിന് വേണ്ടുന്ന ഭൗതിക ആവശ്യങ്ങളെ പറ്റി ഭക്തൻ വിഷമിക്കേണ്ടതില്ല, ഉത്കണ്ഠയും വേണ്ട. ഹൃദയത്തിലെ അന്ധകാരം നീങ്ങിപ്പോയാൽ ഭക്തന്റെ സേവനത്താൽ സന്തുഷ്ടനായ ഭഗവാൻ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കും. ഇതാണ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങളുടെ സാരം. ഭഗവത്ഗീത പഠനം വഴി ഒരാൾക്ക് ഭഗവാന് സ്വയം സമർപ്പിതനായി തീരാൻ കഴിയും. ഭക്തിപൂർവം കൃഷ്ണന്റെ സേവനത്തിൽ മുഴുകുകയും ചെയ്യാം. സർവവും ഭഗവാൻ ഏറ്റെടുക്കുന്നതോടെ ഭക്തൻ ഭൗതിക പ്രയത്നങ്ങളിൽ നിന്നെല്ലാം തികച്ചും മുക്തനാകുന്നു. ഭഗവത്ഗീതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നതെല്ലാം ഈ 4 ശ്ലോകങ്ങളിലുണ്ട്. എല്ലാറ്റിന്റെയും ഉറവിടം ഭഗവാനാണ്. ബുദ്ധിമാന്മാർ ഇതറിഞ്ഞിട്ട് സ്നേഹത്തോടെ ഭഗവാനെ സ്നേഹിക്കും, ഭഗവാനെ എപ്പോഴും ഓർക്കും, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കും. സദാ സന്തോഷവും ആനന്ദവുമാണ് അങ്ങനെയുള്ളവർക്ക്. പ്രേമപൂർവം ഭഗവാനെ ഭജിക്കുന്നവർക്ക് ബുദ്ധിയോഗം ഭഗവാൻ നൽകുന്നു. അവർ ഭഗവാനിലേക്ക് തിരിച്ചെത്തുന്നു. ഭഗവാനിലാണ് അവരുടെ ബോധം കൃഷ്ണാവബോധം. ഭഗവാനെ നിരന്തരം പ്രേമപൂർവം ഭജിക്കുന്നവർക്ക് ഭഗവാൻ തന്നെ ജ്ഞാനം നൽകുന്നു. സദാ നാമജപം നടത്തുന്നവരോട് അനുകമ്പയുണ്ടാവും. അജ്ഞാനദീപത്താലെ അവരുടെ അജ്ഞാന അന്ധകാരം നീക്കിത്തരും. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണം. ഒരു ഭക്തൻ ഭഗവാനെ അറിഞ്ഞാൽ ഭഗവാനെ കുറിച്ച് മാത്രം സംഭാഷണം ചെയ്യും. മനസ്സിൽ ഭഗവാൻ മാത്രം, സമർപ്പിത ജീവിതം. ഭഗവാനെ സേവിക്കുന്നവർക്ക് ഭഗവത് കാരുണ്യം എപ്പോഴും ഉണ്ടാവും. പ്രയത്നം തുടരുക. ഗുരുവിന്റെയും ഭഗവാന്റെയും കാരുണ്യത്താലാണ് ഒരാള് ഭക്തിമാർഗത്തിലേക്ക് എത്തുന്നത് തന്നെ. കലിയുഗത്തിൽ എന്താണ് ഭഗവത് സേവനം എന്ന് പറഞ്ഞ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ പോലും പുണ്യം ആണെന്ന് പറയും. 12ഉം 13ഉം ശ്ലോകങ്ങളാണ്. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യമാദിദേവമജം വിഭും ആഹുസ്ത്വാമൃഷയ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ ബ്രവീഷിമേ. ഇത്രയൊക്കെ ആയപ്പോ അർജുനന് ക്ലിയർ കട്ടായിട്ട് മനസ്സിലായി ഭഗവാൻ ആരാണ് എന്നുള്ളത്, ഭഗവാന്റെ ആ പൊസിഷൻ എന്താണ് എന്നുള്ളത്. പരം ബ്രഹ്മ പരം ധാമ. അർജുനൻ പറഞ്ഞു അങ്ങ് പരമമായിട്ട് ദിവ്യോത്തമ പുരുഷനാണ്, പരം ധാമമാണ്, പവിത്രമാണ്, പരമം പുരുഷൻ പുരുഷോത്തമൻ ആണ്, ശാശ്വതനാണ്, ദിവ്യനാണ്, ആദിദേവനാണ്, അജനാണ്, വിഭുവാണ്. ആഹുസ്ത്വാം ഋഷയ സർവേ. ദേവർഷി, നാരദര്, അസിതര്, ദേവലർ, വ്യാസർ ഇവരൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങ് ഇപ്പൊ സ്വയം ജൈവ ബ്രവീഷിമേ, എനിക്ക് സ്വയം അങ്ങ് തന്നെ ഇപ്പോ അതൊക്കെ പറഞ്ഞു തന്നു. അർജുനൻ പറഞ്ഞു അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും ഭവാൻ തന്നെ. സനാതനനും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും
അസിതൻ, ദേവലൻ, വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നി പറയുന്നു. ഇപ്പോൾ അങ്ങ് സ്വയം എന്നോട് ഇത് വ്യക്തമായി പറയുകയും ചെയ്യുന്നു. ഇപ്പൊ ഭഗവാൻ അർജുനന് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി, എല്ലാം മനസ്സിലാക്കി ക്ലിയർ ആയിട്ട്. ഇനി ഒന്നുമില്ല മനസ്സിലാവാൻ. ജീവാത്മാക്കളുടെ ഉറവിടം, അവർക്ക് എത്തിച്ചേരേണ്ടതും ശുദ്ധീകരിക്കപ്പെടേണ്ടതും ഭഗവാനാണ്. പുരുഷൻ, അത് വ്യക്തി, എക്കാലത്തും ഉള്ളവനാണ്, ദിവ്യനാണ്, ഭൗതികനല്ല, ജനിക്കാത്തവനാണ്, ഏറ്റവും മഹത്തായവനാണ് വിഭു. നാരദൻ, അസിതൻ, ദേവലൻ, വ്യാസൻ ഇവരൊക്കെ മുമ്പ് ഈ പറഞ്ഞിട്ട് ഈ സത്യം മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ അങ്ങ് വീണ്ടും വെളിപ്പെടുത്തി. ഭഗവത്ഗീതയില് സങ്കല്പങ്ങളില്ല, എല്ലാം സത്യം മാത്രാണ്. ദേവന്മാർക്കോ ദാനവർക്കോ അങ്ങയെ മനസ്സിലാക്കാനാവില്ല. അങ്ങ് പറഞ്ഞു തന്നാൽ തന്നെ അറിയുള്ളൂ. അതിനാൽ ഇനിയും അങ്ങയുടെ വിഭൂതികളെ പറയൂ. കേട്ടിട്ട് മതിയാവുന്നില്ല അർജുനന് ഭഗവാനെ കുറിച്ച് കേട്ട്. യുദ്ധഭൂമിയാണ് എന്ന് പോലും ഓർക്കുന്നില്ല. അപ്പോ പറഞ്ഞു, അങ്ങ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് ബോധ്യമായി. അപ്പോ ഒരു പിതാവ് കുഞ്ഞിനെ കൈ പിടിച്ച് നടത്തിക്കുന്നത് പോലെയാണ് ഭഗവാൻ നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി മുന്നോട്ട് നയിക്കുകയാണ് നമ്മളെ. അപ്പോ കൃഷ്ണ ഈസ് ദ സോഴ്സ് ഓഫ് ഓൾ ഗുഡ് തിങ്സ് അല്ലെ. ഓൺലി ബൈ ഡിവോഷണൽ സർവീസ് വൺ കുഡ് നോ കൃഷ്ണ. ആ ഭക്തിയുത സേവനം ചെയ്ത് ഭഗവാനെ മനസ്സിലാക്കണം. ഭഗവാനാണ് സർവ്വതിന്റെയും ഉത്ഭവസ്ഥാനം, നിയന്താവ്, കൺട്രോളർ, ഓർഗനൈസർ എല്ലാം ഭഗവാൻ തന്നെ. ഒരു സംശയവും ഇല്ലാതെ അർജുനന് മനസ്സിലായി. 18ാമത്തെ ശ്ലോകം. വിസ്തരേണാത്മനോ യോഗം വിഭൂതിം ച ജനാർദ്ദന ഭൂയ കഥയ തൃപ്തിർഹി ശൃണ്വതോ നാസ്തി മേ അമൃതം. അങ്ങയെ പറ്റി കേട്ടിട്ട് എനിക്കൊരിക്കലും മതി വരുന്നില്ല. കേൾക്കും തോറും അങ്ങയുടെ വാക്കുകളാകുന്ന അമൃതത്തെ ആസ്വദിക്കുവാൻ തോന്നുന്നു. ഹേ ജനാർദ്ദന, അങ്ങയുടെ വിഭൂതികളെ പറ്റി, അവയുടെ യൗകിക പ്രഭാവത്തെ പറ്റി വീണ്ടും വിശദമായി വിവരിച്ചു തന്നാലും. വീണ്ടും വീണ്ടും പറഞ്ഞു തരാൻ ആവശ്യപ്പെടാണ്. അപ്പൊ ഭഗവത് കഥകള്, കീർത്തനം, ലീലകള് ഒക്കെ എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല അല്ലെ. കുരുക്ഷേത്ര യുദ്ധത്തില് സാരഥിയായ ആ ഭഗവാൻ അർജുനന് മുമ്പില് ശത്രു എത്തിയാല് എന്താ ചെയ്യാ? ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് ആ മുമ്പിൽ നിൽക്കുന്ന ശത്രുവിന്റെ എല്ലാ ശക്തിയും ആയുസ്സും എല്ലാം കുറഞ്ഞു. അപ്പൊ എല്ലാം ഭഗവാനാണ് ചെയ്യണത്. അവര് യുദ്ധത്തിൽ തോൽക്കും എന്നിട്ട്. അപ്പൊ എല്ലാം ഭഗവാനാണ് ചെയ്യണത്. അർജുനൻ ഒരു നിമിത്തമായിട്ട് അമ്പ് ചെയ്യണു. അത്ര മാത്രാണ് യുദ്ധത്തില് അർജുനന് ചെയ്യേണ്ടി വരുന്നത്. ഭഗവാന്റെ കയ്യിൽ ഒരു ടൂള്, അത് മാത്രാണ്. മനസ്സിന്റെ മുമ്പ് 1-ാം അധ്യായത്തിൽ ഉണ്ടായിരുന്ന ആളല്ല അർജുനൻ. ഇപ്പോഴത്തെ ആ പ്രകൃതി തന്നെ മാറി ആലംബന ബുദ്ധി, ആ മനസ്സിനെ അച്ചടക്കം ശീലിപ്പിക്കുന്ന ഒരാളായിട്ട് അർജുനൻ മാറുകയാണ്. 19 ശ്രീ ഭഗവാൻ ഉവാച ഹന്തതേ കഥയിഷ്യാമി ദിവ്യാഹ്യാത്മവിഭൂതയ പ്രാധാന്യത കുരു ശ്രേഷ്ഠ നാസ്ത്യന്തോ വിസ്തരസ്യ മേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, അർജുന, ഭാസുരങ്ങളായ എന്റെ വിഭൂതികളെ പറ്റി ഞാൻ ഇനി പറഞ്ഞു തരാം. പ്രാധാന്യമുള്ളവയെ പറ്റി മാത്രം വിസ്തരിക്കുകയാണെങ്കിൽ അവയ്ക്ക് അവസാനമുണ്ടാവില്ല. എന്റെ വിഭൂതികള് അനന്തമാണ്. പ്രധാനമായത് ചിലത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. വിസ്താരമായി പറയാൻ ഇവയ്ക്ക് അന്തമില്ലാത്ത അത്രയ്ക്കുണ്ട്. അപ്പൊ അത് മുഴുവനൊന്നും പറയാൻ ആവില്ല. കുറച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഹരിനാമ കീർത്തനത്തിൽ പറയുന്നുണ്ട് അല്ലെ, യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ. അതുപോലെയാണ് എല്ലാം ഭഗവാനാണ്. അതിലത്തെ പ്രധാനപ്പെട്ട ചിലത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്റെ വിഭൂതികള് എന്ന് ഭഗവാൻ. 20ാമത്തെ ശ്ലോകം. അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദിശ്ച മധ്യം ച ഭൂതാനാമന്ത ഏവ ച. ഹേ അർജുന, ജീവജാലങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമാത്മാവാണ് ഞാൻ. അവയുടെ തുടക്കവും മധ്യവും അവസാനവും ഞാനാകുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും
പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഈ ചതുർഭുജ രൂപിയായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തില്. അപ്പൊ പ്രപഞ്ചം എന്നുള്ളത് ഭഗവാന്റെ ഒരു വിഭൂതി ആണ്. അങ്ങനെ അതൊക്കെ അവഗണിക്കണവര് ഭയാശങ്കകളോട് എങ്ങനെ ചുരുങ്ങി പോവാണ് സങ്കുചിത ലോകത്ത്. ആശങ്കകൾ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. ആ സർവേശ്വരന്റെ ആ ദിവ്യ വിഭൂതി തിരിച്ചറിഞ്ഞിട്ട് അംഗീകരിക്കാൻ സാധിച്ചാല് ആ ഭയം, ദുഃഖം ഒക്കെ നമുക്ക് ഒഴിഞ്ഞു പോകും. ഇനിയുള്ള ശ്ലോകങ്ങൾ ഇവിടെ പറയുന്നില്ല, അതിന്റെ താല്പര്യം മാത്രമാണ് ഇവിടെ പറയുന്നത്. ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണുവും, ജ്യോതിസുകളിൽ ദീപ്തിമത്തായ സൂര്യനും, മരുത്തുക്കളിൽ മരീചിയും, നക്ഷത്രങ്ങളിൽ ചന്ദ്രനുമാണ് ഞാൻ. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഭഗവാനെ ഓർക്കണ്ടേ? ഓർത്തുകൂടെ? ആദിത്യന്മാരുടെ കൂട്ടത്തിൽ വിഷ്ണു എന്നുള്ള ആദിത്യൻ, ജ്യോതിസുകളിലെ ദീപ്തിമത്തായിട്ടുള്ള ആ സൂര്യൻ, സൂര്യനെ കാണുമ്പോ അത് സൂര്യനാരായണനായിട്ട് തൊഴ. മരുത്തുക്കളിൽ മരീചിയും, നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ പൗർണമിയില് ചന്ദമാമയെ നോക്കിയിട്ട് തൊഴാം, അല്ലേ? ഭഗവാനാണ്. വേദങ്ങളിൽ സാമവേദവും, ദേവന്മാരിൽ ഇന്ദ്രനും, ഇന്ദ്രിയങ്ങളിൽ മനസ്സും, ജീവഗണങ്ങളിൽ ജീവചൈതന്യവുമാണ് ഞാൻ. അതുകൊണ്ടാണ് ഓരോ ജീവികളെ വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വഭാഗേജ പണ്ഡിത സമദർശന. എല്ലാവരെയും സമമായിട്ട് കാണുമല്ലേ? മൃഗങ്ങളാവട്ടെ ആരോ അങ്ങനെ വേർതിരിവില്ലാതെ എല്ലാം സമന്മാരായിട്ട് കാണും. അങ്ങനെ അതാണ് ദൈവികത, ആ അവബോധം, കൃഷ്ണാവബോധം. രുദ്രന്മാരിൽ വെച്ച് ശിവനാണ് ഞാൻ, യക്ഷരാക്ഷസരിൽ കുബേരനും, വസുക്കളിൽ അഗ്നിയും, പർവ്വതങ്ങളിൽ മേരുവുമാണ് ഞാൻ. നമ്മുടെ സനാതന ധർമ്മത്തിലുണ്ട് അല്ലെ? വൃക്ഷങ്ങളെ പൂജിക്കും, പർവ്വതങ്ങളെ പൂജിക്കും, സമുദ്രത്തിനെ പൂജിക്കും, എല്ലാത്തിനെയും നമ്മൾ പൂജിക്കും അല്ലെ? എല്ലാം ഭഗവാനാണ്. ഹേ അർജുന, പുരോഹിതന്മാരിൽ പ്രധാനിയായ ബൃഹസ്പതിയും, സേനാധിപരിൽ കാർത്തികേയനുമാണ് ഞാൻ. ജലാശയങ്ങളിൽ സമുദ്രവും ഞാൻ തന്നെ. മഹർഷികളിൽ ഭൃഗുവും, സ്പന്ദനങ്ങളിൽ വാക്കുകളിൽ അഭൗതികമായ ഓങ്കാരവും, യജ്ഞങ്ങളിൽ തിരുനാമജപവും, സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. പറഞ്ഞു തന്നു ഭഗവാൻ. 25ാമത്തെ ശ്ലോകം. മഹർഷീണാം ഭൃഗുരഹം ഗിരാമസ്മ്യേകമക്ഷരം, യജ്ഞാനാം ജപയജ്ഞോസ്മി സ്ഥാവരാണാം ഹിമാലയ. യജ്ഞങ്ങളില് ജപയജ്ഞാണ് എന്ന്. മഹർഷികളിൽ ഭൃഗുവും, സ്പന്ദനങ്ങളിൽ വാക്കുകളിൽ അഭൗതികമായ ഓങ്കാരവും, യജ്ഞങ്ങളിൽ തിരുനാമജപവും, സ്ഥാവരങ്ങളിൽ ഹിമാലയവുമാണ് ഞാൻ. അപ്പൊ ഇവിടെ നോക്കൂ, ഗുരുകുലത്തിലെ കുട്ടികള് നാമം ജപിക്കുകയാണ്. അവര് നാമജപത്തിന്റെ ആ മൂല്യം മനസ്സിലാക്കിയിട്ട്. ഇനി 26ാമത്തെ ശ്ലോകം. ശ്ലോകത്തിന്റെ അർത്ഥം. വൃക്ഷങ്ങളിൽ അശ്വത്ഥവും, ദേവർഷിമാരിൽ നാരദനും, ഗന്ധർവന്മാരിൽ ചിത്രരഥനും, യോഗസിദ്ധി നേടിയവരിൽ കപിലമുനിയും ഞാനാണ്. അശ്വങ്ങളിൽ ഞാൻ ഉച്ചൈശ്രവസ്. അമൃത് കടഞ്ഞപ്പോ പൊന്തി വന്നില്ലേ ഉച്ചൈശ്രവസ് എന്നുള്ള കുതിര? ഞാനാണ്. ആനകളിൽ ഇന്ദ്രവാഹനമായ ഐരാവതവും, മനുഷ്യരിൽ രാജാവുമാണ് ഞാൻ. ആയുധങ്ങളിൽ വെച്ച് വജ്രവും ഇടിമിന്നലും, പശുക്കളിൽ സുരഭിയും, ജനന ഹേതുക്കളിൽ കാമദേവനും, സർപ്പങ്ങളിൽ വാസുകിയും ഞാൻ തന്നെ. അനേക ഭണങ്ങളോടുകൂടിയ നാഗങ്ങളിൽ അനന്തനാണ് ഞാൻ. ജലജീവികളിൽ വരുണൻ, പിതൃക്കളിൽ അര്യമ, ശിക്ഷകരിൽ മൃത്യു ദേവതയായ യമധർമ്മനും ഭഗവാൻ തന്നെയാണ്. ദൈത്യന്മാരിൽ ഞാൻ ഭക്തപ്രഹ്ലാദനാണ്. കീഴ്പ്പെടുത്തുന്നവയിൽ കാലം, വന്യമൃഗങ്ങളിൽ സിംഹം, പക്ഷികളിൽ ഗരുഡനും. സൃഷ്ടിയുടെ ആദിമധ്യാവസാനങ്ങൾ ഞാൻ തന്നെ അർജുന. ശാസ്ത്രങ്ങളിൽ അധ്യാത്മശാസ്ത്രവും, തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഞാൻ. അക്ഷരങ്ങളിൽ അകാരവും, സമാസങ്ങളിൽ ദ്വന്ദ്വ സമാസവുമാണ് ഞാൻ. അനവസാനമായ കാലവും, സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാനാണ്. സർവസംഹാരിയായ മരണവും, ഭാവിയുടെ ഉത്ഭവസ്ഥാനവും, സ്ത്രീകളിൽ യശസ്, ഭാഗ്യം, സുന്ദര ഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, സ്ഥൈര്യം, ക്ഷമ എന്നിവയും ഞാനാണ്. അതുപോലെ പുരുഷന്മാരിലുള്ള ആ ഗുണങ്ങളും ഭഗവാൻ തന്നെ. സാമവേദ സൂക്തങ്ങളിൽ ബൃഹൽസാമവും, ഛന്ദസ്സുകളിൽ വെച്ച് ഗായത്രി മന്ത്രവും, മാസങ്ങളിൽ മാർഗശീർഷവും, നവംബർ ഡിസംബർ മാസം, ഋതുക്കളിൽ വസന്തവുമാണ് ഞാൻ. വഞ്ചകരുടെ ചൂതുകളിയും, തേജസ്വിയുടെ തേജസ്സും ഞാനാകുന്നു. ജയവും
ഉദ്യമവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. വൃഷ്ണികുലത്തിൽ വാസുദേവനും പാണ്ഡവരിൽ അർജുനനും മുനികളിൽ വ്യാസനും ചിന്തകരിൽ ഉശനാ കവിയുമാണ് ഞാൻ. നിയമരാഹിത്യങ്ങളെ അടിച്ചമർത്തുന്ന പദ്ധതികളിൽ ദണ്ഡം, അതായത് ശിക്ഷ, വിജയം കാക്ഷിക്കുന്നവരുടെ നീതി എന്നിവയും, ഗോപ്യങ്ങളിൽ മൗനവും ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാണ്. അല്ലയോ അർജുന, സർവഭൂതങ്ങളുടെയും ആദി ബീജമാണ് ഞാൻ. എന്നെ കൂടാതെ ചരാചരങ്ങളിലൊന്നും നിലനിൽപ്പില്ല. ചരാചരാത്മാ ഭഗവാനാണ്. 40-ാമത്തെ ശ്ലോകം. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷ തുദ്ദേശത പ്രോക്തോ വിഭൂതേർവിസ്തരോ മയാ. ശത്രുക്കളെ ജയിക്കുന്നവനെ, എന്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എന്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രാണ്. അല്ലാണ്ട് എല്ലാം പറയാൻ തുടങ്ങിയ അന്തമില്ല, അവസാനമില്ല അതിന്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, 11 രുദ്രന്മാരിൽ ശങ്കരൻ, കുബേരൻ, അഗ്നി, മേരുപർവ്വതം, ബൃഹസ്പതി, സ്കന്ദൻ, സാഗരം ഒക്കെ ഞാനാണ്. അങ്ങനെ അനന്തമായ വിഭൂതികളുടെ ഒരു ചെറിയൊരു സൂചനയാണ് ഇവിടെ തന്നത്. ബൃഹസ്പതി, കാർത്തികേയൻ, ഭൃഗു, ഹിമാലയം, അശ്വത്ഥം, നാരദര്, ചിത്രരഥൻ, അല്ലെ, കപിലൻ, ഉച്ചൈശ്രവസ്, ഐരാവതം, അല്ലെ, രാജാവ്, വജ്രം, സുരഭി, വാസുകി, യമൻ, സിംഹം, ഗരുഡൻ, അതൊക്കെ ഞാനാണ്. എല്ലാ ചരാചരങ്ങളെയും നിലനിർത്തുന്നത് ഞാനാണ്. ഭഗവാന്റെ വിഭൂതികൾക്ക് അവസാനമില്ല. അനന്തമായ വിഭൂതികളുടെ ഒരു വലിയ നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. ഇതിവിടെ ഒരു ചെറിയ സൂചന മാത്രാണ് തന്നിട്ടുള്ളത്. യദ് വിഭൂതിമത് സത്വം ശ്രീമദൂർജിതമേവ വാ തത്സത് ഏവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. വിഭൂതിമത്ത്, വിഭൂതിയുള്ളത്, സുന്ദരവും തേജസ്സുറ്റതുമായ ഏതൊരു സൃഷ്ടിയും എന്റെ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചതു തന്നെ എന്ന് മനസ്സിലാക്കുക. ഈ മയിലിനെ, ഓരോ ബേർഡ്സിനെ, പക്ഷികളെയൊക്കെ കണ്ടാൽ എത്ര ഭംഗിയാണ് അല്ലെ, വരച്ചു വെച്ച, കളർ ചെയ്ത് വെച്ച പടം പോലെയാണ് അല്ലെ, പിക്ചർ പോലെ. പൂക്കളെ നോക്കൂ, എത്ര ഭംഗിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആണ്. അതേപോലെ തന്നെ സുഗന്ധത്തിന്റെ കാര്യത്തിലായാലും ആ സുഗന്ധമൊക്കെ ഇപ്പൊ ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് അല്ലെ, ജാസ്മിൻ പോലെയൊക്കെ. പക്ഷെ നാച്ചുറൽ ആയിട്ടുള്ള ആ സുഗന്ധത്തിന്റെ അത്ര വരുമോ, എത്ര ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയാലും? അപ്പൊ അതൊക്കെയും ഭഗവാന്റെ ആ തേജസ്സിന്റെ ഒരു കണികയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇതൊക്കെയും. അപ്പൊ ഭഗവാന്റെ തേജസ് എത്ര വ്യാപ്തമാണ് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. 42-ാമത്തെ ശ്ലോകം. അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിദം കൃഷ്ണ മേഘാംശേന സ്ഥിതോ ജഗത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ശ്ലോകാണിത്. അല്ലെങ്കിൽ അർജുന, ഇനിയും വിശദമായി ഇതെല്ലാം അറിഞ്ഞിട്ട് എന്ത് വേണം? എന്റെ ഒരു ചെറിയ അംശം മാത്രമാണ് ഈ മഹാപ്രപഞ്ചത്തിൽ വ്യാപിച്ച് അതിനെ നിലനിർത്തുന്നത്. ഈ ബ്രഹ്മാണ്ട കോടികളെ ഒക്കെ, അനേക ബ്രഹ്മാണ്ട കോടികളുടെ ആ മുഴുവൻ ജഗത്ത്, പ്രപഞ്ചം മുഴുവൻ നിലനിർത്തുന്ന ശക്തി ഭഗവാന്റെ ഒരു ചെറിയ അംശ ശക്തിയാണ്. ഭഗവാന്റെ ആ തേജസ്സിന്റെ ഒരു കണിക കൊണ്ട് തന്നെ ഇത്രയും ഭംഗിയുള്ള സൃഷ്ടികൾ ഉണ്ടാവണോ? ഭഗവാന്റെ ഐശ്വര്യം അനന്തമാണ് അല്ലെ. ഭഗവാനെ കുറിച്ചുള്ള ഏറ്റവും വലിയ രഹസ്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. കേവലം അർജുനന് ബോധ്യപ്പെടുത്താനല്ല, ഭൗതികർക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു പിതാവ് തന്റെ സ്വത്ത് വിവരങ്ങളൊക്കെ തന്റെ മക്കളോട് വെളിപ്പെടുത്തുന്നത് പോലെയാണ്. ഭഗവാനിൽ നിന്നാണ് എല്ലാത്തിന്റെയും ഉത്ഭവം. അതിനാല് ഭഗവാനെ കുറിച്ച് പറയേണ്ടതും ഭഗവാൻ തന്നെയാണ്, മറ്റാരും അതിന് പ്രാപ്തരല്ല. അപ്പോ ബ്രഹ്മാവിന് വേദങ്ങൾ പകർന്നു കൊടുത്തത് ഭഗവാനാണ്. പിന്നീട് ബ്രഹ്മാവ് അത് നാരദർക്ക്, പിന്നെ വ്യാസന്, ശുഗന്, അങ്ങനെ ആ അറിവ് ഇങ്ങനെ പകർന്നു വരികയാണ് ചെയ്തത്. ഏറ്റവും വലിയ ജീവസത്തയായിട്ടുള്ള ആ ബ്രഹ്മാവ് മുതൽക്ക് നെയ്യുറുമ്പ് വരെ ഏത് ജീവാത്മാവിനെയും പുലർത്തിപ്പോരുന്നത് അവരിൽ അന്തർഗതനായിട്ടുള്ള ആ ഭഗവാൻ തന്നെയാണ് എന്ന് ഇവിടെ നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ കാട്ടിത്തന്നു.
അപ്പോ ഈ ഭഗവാന്റെ ആ ശക്തി വൈഭവം എത്രയാണ് എന്ന്, അനന്തമായിട്ടുള്ള ആ ശക്തി വൈഭവത്തിന്റെ, ആ സർവേശ്വരത്വത്തിന്റെ, ആ സർവജ്ഞത്വത്തിന്റെ ആ വ്യാപ്തി നമ്മളെ പോലുള്ള ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാനാവോ? ഇത്രയും ഇതാണ്, ഇത്രയും കോടിക്കണക്കിനുള്ള ബ്രഹ്മാണ്ടങ്ങള് അടങ്ങിയ ആ ജഗത്ത് മുഴുവൻ നമ്മൾ ഇന്നലെ കണ്ടു അല്ലെ? ഇങ്ങനെ ഗോൾഡൻ ബബിൾസ് പോലെ എത്രയോ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. അതിൽ ഒരു ബ്രഹ്മാണ്ടത്തിന്റെ വലിപ്പം തന്നെ ആലോചിച്ചു നോക്കൂ. നമ്മൾ അങ്ങനെയുള്ള ഒരു ബ്രഹ്മാണ്ടത്തിൽ നമ്മൾ വസിക്കണേ. അവിടെ 14 ലോകങ്ങൾ നമ്മൾ കണ്ടു അല്ലെ? ആ അത്രയും വ്യാപ്തമായിട്ട് ഒരു ബ്രഹ്മാണ്ടം, ഒരു യൂണിവേഴ്സ്, അങ്ങനെയുള്ള അനേക കോടി യൂണിവേഴ്സിനെ മുഴുവൻ നിലനിർത്തുന്നത് ഭഗവാന്റെ ഒരു അംശശക്തി കൊണ്ടാണ്. വെറും ഒരു അംശം, ഒരു കണിക, അതുകൊണ്ടാണ് ഈ കണ്ട എല്ലാത്തിനെയും നിലനിർത്തുന്നത് ഭഗവാൻ. അപ്പോ ഭഗവാന്റെ ആ തേജസ്സിന്റെ, ആ ശക്തിയുടെ, വിഭൂതിയുടെ ഒക്കെ ആ അനന്ത വ്യാപ്തി ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ആ ഭഗവാന്റെ ആ സർവജ്ഞത്വം നമ്മളെ ഭഗവാൻ ബോധ്യപ്പെടുത്തി തന്നു. ഏറ്റവും വലിയ ഭഗവത് തത്വം ആണ് ഈ അധ്യായത്തിലൂടെ വിവരിച്ചു തന്നത് നമുക്ക്. അപ്പോ എന്താണ് പിന്നെ നമുക്ക് പറയാനുള്ളത്? പിന്നെ ഏതെങ്കിലും കാര്യങ്ങൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ടോ? അപ്പൊ നമ്മള് ഈ ലോകത്തില് എന്തിനാണ് വന്നത്? എന്താണ് നമ്മൾ നേടേണ്ടത്? നേടേണ്ടതിനെ ഒന്നും നേടിയില്ല. അത് നമ്മുടെ അജ്ഞത കൊണ്ട്, അറിവില്ലായ്മ. ചില സമയം നമുക്കൊക്കെ എന്തിനെന്നറിയാത്ത ഒരു അസ്വാസ്ഥ്യം ഉണ്ടാവും അല്ലെ? കാർപ്പണ്യദോഷം, അന്തർപിപ്പിലികാദംശം എന്ന് പറയും. ആ അന്തരംഗത്തില് ഇങ്ങനെ ഉറുമ്പ് ഇങ്ങനെ കടിക്കുന്ന പോലെ ഉള്ള എന്തോ ഒരു വിഷമം. ആവശ്യത്തിന് സമ്പത്ത്, ജോലി, കുടുംബം ഒക്കെ ഉണ്ടാവും, എന്നിട്ടും സന്തോഷമില്ലായ്മ. നന്നായി ജീവിച്ചു വന്നു, ഒരു ഘട്ടത്തിലെത്തുമ്പോ വലിയ വിഷാദം. എന്തിനാണെന്ന് അറിയില്ല. അപ്പൊ മനസ്സിലാക്കുക, ഈശ്വരനെ അറിയാൻ സമയമായി നമുക്ക്. ഉത്തരവാദിത്വങ്ങളൊക്കെ ഭംഗിയായിട്ട് നിറവേറ്റി, എന്നിട്ടും തൃപ്തി കുറവ്. അപ്പോ എന്താണ്? റിട്ടയർമെന്റ് ഒക്കെ ആവണവര് അല്ലെ? അങ്ങനെ അവര് ആധ്യാത്മികതയിലേക്ക് വരിക. ചെറുപ്പത്തിൽ പാടില്ല എന്നല്ല, പ്രധാന ലക്ഷ്യം ബാക്കി കിടക്കുന്നുണ്ടാവും. അപ്പൊ ഭഗവാനിലേക്ക് ചേരാൻ നമ്മൾ യത്നിക്കണം. ജീവിതം നല്ല രീതിയിൽ ജീവിച്ചവർക്ക് ആത്മീയ പാത തിരഞ്ഞെടുക്കാം. പിന്നെ അർജുനന്റെ കേസ് എടുത്താലോ, അർജുനനും അതെ, സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു. ഇന്ദ്രപ്രസ്ഥത്തില് യുധിഷ്ഠിരൻ രാജാവായിരുന്നപ്പോൾ രാജസുഖമൊക്കെ നേടി. വനവാസ കാലത്തോ ഋഷിമാരിൽ നിന്നൊക്കെ നേടേണ്ട അറിവുകളൊക്കെ ലഭിച്ചു. അങ്ങനെ അർജുനൻ പിന്നെ യാത്ര പോകുന്നുണ്ട് ദേവലോകത്തിലേക്ക്. ദേവലോകത്തെത്തി ധാരാളം വരങ്ങളും സമ്മാനങ്ങളൊക്കെ നേടി. എന്നിട്ടും അർജുനന് വിഷാദം. എന്താണ് നേടേണ്ടതെന്ന് അറിയാതെ അങ്ങനെ ആശയക്കുഴപ്പത്തിലാവുക. അപ്പൊ ഉപനിഷത്ത് പറയുന്നുണ്ട്, ശ്രേയസ് എന്ന് പറഞ്ഞ ഈശ്വരൻ, പ്രപഞ്ചം എന്താണെന്ന് അറിഞ്ഞിട്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കുക, അതാണ് ശ്രേയസ്. വേറൊരു മാർഗമുണ്ട്, പ്രേയസ്, പ്രേയോ മാർഗം. അത് ഭൗതിക നേട്ടത്തിനായിട്ട് ഭഗവാനെ ആശ്രയിക്കുക, അതാണ് പ്രേയോ മാർഗം. നമ്മൾ എന്താ സ്വീകരിക്കേണ്ടത്? ശ്രേയോ മാർഗം. നമ്മുടെ ശ്രേയസിനുള്ളത് ഈശ്വരൻ എന്താണ്, പ്രപഞ്ചം എന്താണ്, ആത്മാവ്, പരമാത്മാവ് എന്താണ് എന്നൊക്കെ അറിഞ്ഞിട്ട് ഈശ്വരനെ സാക്ഷാത്കരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അർജുനന് ഇവിടെ വിരക്തി വന്നു അല്ലെ? ഞാൻ യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ആ വിരക്തി വേണം. അങ്ങനെയുള്ളവർക്ക് ആത്മതത്വം ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ജീവിതത്തിലെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞിട്ടും ഇനിയും എന്തോ ഒന്ന് കിട്ടാനുണ്ട് എന്നുള്ള ആ തോന്നലാണ് നമുക്കൊക്കെ. ആ സ്റ്റേജ് എത്തിയാൽ മനസ്സിലാക്കാം ആത്മസാക്ഷാത്കാരത്തിന് സമയമായി. ഇപ്പൊ ഇവിടെ ഇപ്പൊ ആദ്യത്തെ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു, സംസാരിച്ചത് മുഴുവൻ അർജുനനാണ് അല്ലെ? ഭഗവാൻ മിണ്ടാതെ കേട്ട് നിൽക്കുമായിരുന്നു. ഇതാണ് പ്രാർത്ഥന. ഇതിന്റെ വിപരീതാണ് ധ്യാനം. ധ്യാനത്തില് ഭഗവാൻ സംസാരിക്കും, നമ്മൾ കേൾക്കും. നമ്മൾ പറയുന്നത് ഭഗവാൻ കേൾക്കുന്നത് പ്രാർത്ഥന, ഭഗവാൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നത് ധ്യാനം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.
സർവം കൃഷ്ണാർപ്പണമസ്തു. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരും ഇല്ല, എല്ലാരും പോയോ? എല്ലാരും ഉണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കുറച്ചു കൃഷ്ണ. പേര് പോയി തോന്നുന്നു മാതാജി. 4 പേരെ പോയി. അതെ അല്ലേ? പാർട്ടിസിപ്പൻസ് 20 ഒക്കെ ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാളത്തെ പാരായണത്തിനുള്ളവരൊക്കെ പേര് തന്നോട്ടെ.